കൃത്യമായ എക്സസൈസും ഡയറ്റിങ്ങും ഒക്കെ ചെയ്ത് ഒരു 10 കിലോ ഒക്കെ വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വെയിറ്റ് സ്റ്റക്കായി നിൽക്കും അല്ലേ? എന്നാൽ നമുക്കാണെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് കുറയും വേണ്ടി വരും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ഒരു കാലറി ഡെഫിസിറ്റ് ഫുഡാകും ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു ദിവസം വേണ്ടത്ര കാലറിയേക്കാളും കുറച്ച് കുറവാണ് ഫുഡ് കഴിക്കുന്നുണ്ടാവുക വെയിറ്റ് ലോസിന് വേണ്ടി. ഇത്തരത്തിലുള്ളൊരു ഭക്ഷണ രീതി കുറേ കാലം തുടരുമ്പോൾ ശരീരം ഒരു ഭക്ഷ്യക്ഷാമം നേരിടാൻ പോവുകയാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുകയും ഊർജം ചെലവിടുന്നത് കുറച്ച് കൊണ്ടുവരികയും മെച്ചം പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ശരീരത്തിന് ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഒരു സ്റ്റേജിൽ വരുമ്പോഴാണ് വെയിറ്റ് സ്റ്റക്കായി നിൽക്കുന്നതും ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയും കാണുന്നത്. അങ്ങനെ വരുമ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടി നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു മാർഗ്ഗമാണ് ചീറ്റ് ഡേ. അത് ആഴ്ചയിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ നിങ്ങൾക്ക് ചെയ്യാം. അതായത് നിങ്ങൾ നോർമൽ കഴിക്കുന്ന ഭക്ഷണത്തേക്കാൾ കുറച്ച് കൂടിയ അളവിൽ കാർബോഹൈഡ്രേറ്റും ഗുഡ് ഫാറ്റും അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ധാന്യങ്ങളോ പയറുവർഗ്ഗങ്ങളോ ഫിഷ്, ഡയറി പ്രോഡക്ട്സ്, ഫ്രൂട്ട്സ്